നമസ്കാരം. കേരളമുണ്ടായതിൻ്റെ ഐതിഹ്യം കേട്ട് നമ്മൾ വളർന്നത് ഇങ്ങനെയാണ്. പരശുരാമൻ മഴുവെറിഞ്ഞു, അങ്ങനെ കേരളമുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഒരു മഹാരാജാവായ മഹാബലി ഉണ്ടായിരുന്നു. ദാനശീലനായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അത് കണ്ട് അസൂയപൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വന്നിട്ട് അതേ ഈ പറയും, അസുരനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓട്ടിക്കണം, അസുരാജാവിനെ ഓട്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ദാനശീലനായ മഹാബലി വാമന രൂപത്തിൽ വന്ന വിഷ്ണുവിന് വരദാനം കൊടുത്തു. അങ്ങനെ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലെത്തി എന്നൊക്കെയാണ് ചരിത്രം, ഐതിഹ്യം പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് സ്വന്തം ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ തിരുവോണത്തിന് എത്തുന്നതെന്ന് ഓണത്തിൻ്റെ ഐതിഹ്യം പറയുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, കേരളം സമ്പൽ സമൃദ്ധമായ നാടാണ്. ദൈവത്തിൻ്റെ ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് സത്യമാണ്. ഇത് നശിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം കൂടിയിട്ടാണ് എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ കഴിഞ്ഞ 10 വർഷം കേരളത്തെ മുടിപ്പിച്ച പിണുങ്ങാണ്ടി ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിണുങ്ങാണ്ടി ദൈവമായതാണ്. ആ ദൈവമാണ് കേരളത്തെ മുച്ചോട് നശിപ്പിച്ച് നമ്മൾ ഫൈറ്റ് ചെയ്തുണ്ടാക്കിയ ചരിത്രത്തെ വികൃതമാക്കി ഇങ്ങനെ ആക്കിയത്. നമുക്കറിയാം, 1957 മന്ത്രിസഭ EMS മന്ത്രിസഭ വന്നപ്പം EMS ചവിട്ടിത്താഴ്ത്താൻ അമേരിക്കയിൽ നിന്ന് ചാരന്മാർ വരെ എത്തി. ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു EMSൻ്റെത്. ഏത് ഇലക്ഷനോട് ജയിച്ചിട്ട് പാർലമെൻ്ററിയിൽ കൂടെ ജയിച്ച് വന്ന EMS ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി CAA ഇറക്കിയതാണ് AK ആന്റണീനെ എന്നൊക്കെയാണ് ഇവിടുത്തെ ചരിത്രം പറയുന്നത്. എന്തായാലും ഇവിടെ വിമോചന സമരമുണ്ടായി. എല്ലാവരും കൂടി യോജിപ്പിച്ച് EMS ഒട്ടിച്ചു. മഹാബലിയെ ഒട്ടിച്ച മാതിരി സൽഭരണത്തിൻ്റെ ആളായിരുന്നു EMS, ഗൗരിയമ്മ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം, TV തോമസ്, അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം, ഒരു സപ്തകക്ഷി മുന്നണി ഉണ്ടായി. അതിൽ ജാതി മതവും നോക്കിയില്ല, മുസ്ലിം ലീഗിനെ അടക്കം ചേർത്തുകൊണ്ടാണ് EMS പിന്നീട് മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. അതിനൊരു താത്വിക അവലോകനം നടത്തി കേരളം ഭരിച്ചെങ്കിലും 1971 CPIയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഉണ്ടായി, ഭരണം വന്നു. അതിൽ K കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി. അങ്ങനെ 7 വർഷം അടിയന്തരാവസ്ഥ വരെ ഭരിച്ചു. പിന്നീടാണ് നമ്മൾ 1980 വരെ ഈ മുന്നണി ഭരണം ഉണ്ടായത്. 1980 അച്യുതമേനോൻ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം 999 വർഷത്തേക്ക് തമിഴ്നാടിന് എഴുതി കൊടുത്തു. ഇത്രയും നെറികെട്ട ഒരു നേതാവ് വേറെ ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏത് സമയത്ത് മുല്ലപ്പെരിയാർ ഡാം ഇവിടെ പൊട്ടിത്തകർന്ന് ഇല്ലാതാകാം, കേരളത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി നശിക്കാം എന്നുള്ളതാണ് സത്യം. എന്നിട്ടും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനൊന്നും വലിയ കുലുക്കമില്ല. ഭരണത്തിന് മുമ്പ് പിണറായി വിജയൻ്റെ മുന്നിൽ നേരിട്ട് ഇവിടെ മനുഷ്യ ചങ്ങലയ്ക്കുണ്ടാക്കി, ഞങ്ങൾ വന്നാൽ ഉടനെ പുതിയ ഡാം പണിയെന്നൊക്കെയാണ് പറഞ്ഞത്. ഡാം പണിയാനുള്ള പൈസയെക്കാളും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് പിണറായി വിജയന് കിട്ടിയതിൻ്റെ രേഖ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഏകദേശം 1000 കോടി രൂപ 10 വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി തമിഴ്നാട്. അത് സീക്രട്ട് ഫണ്ട് എന്നാണ്. അങ്ങനെയുള്ള പിണറായി ഏത് സ്ഥലത്തുനിന്നും കിട്ടാവുന്ന പൈസ അടിച്ചു മാറ്റും, തട്ടിപ്പ് നടത്തും. അങ്ങനെയുള്ള പിണറായി കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് 1 ലക്ഷം കോടി രൂപ മിനിമം ഉണ്ടാക്കി വിദേശത്തൊക്കെ എത്തിച്ച് സുഖമായി കഴിയുമ്പോഴാണ് അദ്ദേഹം വലിയ പബ്ലിസിറ്റി കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഭരണത്തിലെത്തുമെന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. പകരം ജനങ്ങൾ ഈ അസുരനായി മാറിയ പിണറായി വിജയനെ ഇവിടുന്ന് ആട്ടി ഓട്ടിച്ചു. 102 സീറ്റാണ് UDF കൊടുത്തത്. UDF സീറ്റ് കൊടുത്തതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നയിച്ചവൻ ഭരിക്കട്ടെ എന്നുള്ള രീതിയിൽ VD സതീശൻ എത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ അധികാരം തട്ടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള വിജയം, ആ വിജയം തട്ടിപ്പറിക്കാൻ KC വേണുഗോപാൽ വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ഇവിടെ ഇളക്കി മറിച്ചു. അങ്ങനെ നമ്മുടെ AICCയും അതേപോലെ രാഹുൽ ഗാന്ധിയെ കേട്ടു. അങ്ങനെ ഇവിടെ ഒരു സൽഭരണത്തിന് കാരണമായി VD സതീശൻ വന്നു. VD സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഓണം വളരെ സന്തോഷപൂർവ്വമാണ് ആഘോഷിക്കുന്നത്. എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ക്ഷേമ പെൻഷൻ അടക്കം ഇതിനകം വിതരണം ചെയ്തു. ആ പണവുമായിട്ട് ജനങ്ങൾ തെരുവിലേക്കിറങ്ങി കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങി വളരെ ആഘോഷപൂർണമായ ഒരു ദിനങ്ങളാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഓണം. ഈ പിണറായി വിജയൻ 10 വർഷം ഭരിച്ചിട്ട് കിട്ടാത്ത എല്ലാ കാര്യങ്ങളും കുറഞ്ഞ സമയം കൊണ്ട് 100 ദിവസം കൊണ്ട് VD സതീശൻ ഇവിടെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ VD സതീശനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി KC വേണുഗോപാൽ വേറെ രൂപത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുമുണ്ട്. MLA മാരിൽ ഭൂരിപക്ഷമുള്ള
KC വേണുഗോപാൽ ഏത് സമയത്തും ഒരു അട്ടിമറിക്ക് നമ്മുടെ VD സതീശനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ തടയും എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ അത്രയ്ക്കും VD സതീശനെ ഇഷ്ടപ്പെട്ടു പോയി. കാരണം കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ച് മുച്ചൂട് നശിപ്പിച്ച് 10-41 വണ്ടി പോലീസിന്റെ സഹായത്തോടെ യാത്ര ചെയ്തിരുന്ന ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രി ഓഫീസും ഇരുമ്പുമറിയാക്കി സൂക്ഷിച്ച് തട്ടിപ്പ് മാത്രം നടത്തിയിരുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഭീകരനെ ജനങ്ങൾ അത്രയും അടുത്ത്, പ്രത്യേകിച്ച് CPM അണികൾ, BJP അണികൾ പോലും VD സതീശന് അനുകൂലമായുള്ള വോട്ടാണ് ചെയ്തത്, കോൺഗ്രസിന് അനുകൂലമായ വോട്ടാണ് ചെയ്തത്. അത് തീർച്ചയായിട്ടും വലിയ നേട്ടമുണ്ടാക്കി കോൺഗ്രസിന്, UDFന്. അതുകൊണ്ട് തന്നെ VD സതീശൻ അങ്ങനെ അട്ടിമറിക്കാൻ ഓണത്തല്ലുമായി വന്നാൽ നടക്കില്ല KC വേണുഗോപാലെ. അത് താങ്കളുടെ രാഷ്ട്രീയ പതനത്തിന് കാരണമാകും എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ CPMന്റെ കാര്യം എടുത്താൽ, ഭരണം തീരുന്നവരെ പിണറായി വിജയൻ നമഃ, പിണങ്ങാണ്ടി നമഃ, പിണങ്ങാണ്ടി നമഃ എന്ന് പറഞ്ഞിരുന്ന പിണറായിയുടെ ഏറ്റവും ഒട്ടി നിന്നിരുന്ന ആളുകൾ പോലും ഇപ്പോൾ പിണറായി വിജയനെ തല്ലുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. CPMനുള്ളിൽ പിണറായി വിജയൻ്റെയും മകളുടെയും മരുമോൻ്റെയും എൻഫോഴ്സ്മെൻറ്റ് തട്ടേട് താഴെ തട്ടിലേക്ക് വിദേശത്തേക്ക് കടത്തിയ കറൻസികളുടെ വിവരങ്ങൾ ശേഖരിച്ചുള്ള യാത്രയിലും എത്തിച്ചേർന്നു. അതോടുകൂടി CPMനിൽ പിണറായി വിജയൻ ആർക്കും വേണ്ടാത്ത ഒരു വിഴുപ്പ് ഭാണ്ഡം ആയത് വീണ്ടും ചണ്ടിയായി മാറി എന്നുള്ളതാണ് സത്യം. ആർക്കും വേണ്ടാത്ത ഒരു വിഴുപ്പ് ഭാണ്ഡവും ആർക്കും തല്ലാവുന്ന ചെണ്ടയുമായി മാറി പിണറായി വിജയൻ. ആർക്ക് വേണമെങ്കിൽ ഇപ്പം ചീത്ത പറയാം. അപ്പം ഏറ്റവും അധികം അവസാനം ചീത്ത പറഞ്ഞ ആരാ? മാധവൻകുട്ടിയാണ്. മാധവൻകുട്ടി പറഞ്ഞത് എന്താ? പിണറായി വിജയൻ സഖാവ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. നാണക്കേട് എന്നല്ലാതെ പിണറായി വിജയനെ കുറിച്ച് എന്ത് ഉളുപ്പും മാനും ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുമോ? കിട്ടിയ പൈസയും വെച്ച് നേരെ വിദേശത്തെ സ്ഥലം വിട്ട് അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ച് ഈ CPMനെ രക്ഷപ്പെടുത്തില്ലേ? എന്നാലും വേണ്ടില്ല, അധികാരം വേണം എനിക്ക്, മരിക്കുന്നവരെ അധികാര സ്ഥാനത്തിരിക്കണം എന്ന് ഞാൻ തട്ടിപ്പ് നടത്തിയാലും കൊള്ള നടത്തിയാലും വിദേശത്ത് 1 ലക്ഷം കോടി കട്ടിമുടിച്ച് അവിടെ എത്തിച്ചാലും എൻഫോഴ്സ്മെന്റ് റെയ്ഡ് വന്നാലും ഒക്കെ BJP എന്നെ സംരക്ഷിച്ചോളും. വേണമെങ്കിൽ CPMനെ കഷ്ണാക്കി BJPയിൽ എത്തിക്കാം, LDFനെ തകർക്കാം, CPMനെ തകർക്കാം എന്നുള്ള തല്ലാണ് ഇപ്പം നടക്കുന്നത്. അവിടെ പിണറായി വിജയനും ആപ്പാടെ ഉള്ളത് MV ഗോവിന്ദൻ അല്ലാതെ ആരും തന്നെ ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഒരു സത്യം ഓരോ ദിവസവും വരികയാണ്. അതുകൊണ്ട് തന്നെ VD സതീശന് ഭരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. VD സതീശന് മുസ്ലിം ലീഗും RSPയും മറ്റുള്ള കക്ഷികളും എല്ലാം തന്നെ കൂടെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് അടക്കം. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടൊന്നും അവർ വാക്കും മാറില്ല, കാലും മാറില്ല. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് ഇതര മന്ത്രിസഭ വരിക പ്രയാസമാണ്. VD സതീശൻ ഇതര മന്ത്രിസഭ വരിക പ്രയാസമാണ്. KC വേണുഗോപാലൊന്നും അങ്ങനെ കയറി പറ്റുന്ന ഒരു കാര്യമല്ല. അന്ന് വന്നിരുന്ന മുഖ്യമന്ത്രി ആയിരുന്നതിനേക്കാൾ വലിയ ജനപിന്തുണ ഇപ്പോൾ VD സതീശൻ ഉണ്ടായി എന്ന് പറയുന്ന കാര്യവും സത്യമാണ്. കാരണം ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും ശ്വസിക്കാനും സംസാരിക്കാനുമുള്ള അവകാശം നേടിയെടുത്തു കൊടുത്തിട്ടുണ്ട് ഈ 100 ദിവസം കൊണ്ട്. അപ്പം അത് CPMലേക്ക് കടന്നു പടരുകയും CPMനുള്ളിൽ പിണറായി വിജയനെ എങ്ങനെ അടിച്ചോടിക്കണം എന്നുള്ള ചിന്താഗതി എത്തുകയും ചെയ്തിരിക്കുകയാണ്. പിണറായി വിജയനെ മാത്രമല്ല കേട്ടോ, പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും മകളെയും ഭാര്യയെയും മകനെയും എല്ലാം മാട്ടി ഒട്ടിച്ച് ശുദ്ധികലശം നടത്താനുള്ള തത്രപ്പാടിലാണ് CPM. അതിൽ ചില നേതാക്കന്മാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാതൊരു വിട്ടുവീഴ്ചയും തയ്യാറാകാത്ത തൻ്റെ ഇടമുള്ള ചില നേതാക്കന്മാർ CPMലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. രതീഷ് ചക്രപാണിയെപ്പോലുള്ള ആളുകൾ അതിൻ്റെ ഉന്നത സ്ഥാനത്തെത്താനും സാധ്യതയുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ ഡൽഹിയിൽ നടത്തിയ സമരത്തെ പോലെ CPMനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ചില സമരങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അണികൾ പിണറായി വിജയനെ ദുർബോധത്തെ അടിച്ചോടിക്കാൻ എപ്പോഴോ തയ്യാറായിരുന്നു. ഇപ്പോൾ അവർ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പം മാധവൻകുട്ടി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ബ്രിട്ടാസ് എന്താണ് പലരെയും പെട്ടി ബാണ്ഡം എടുത്ത് നടക്കലാ പണി എന്ന് പറയുന്നത് 100% സത്യമാണ്. ചായ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയായിരുന്നു മുമ്പ് MABക്ക് ഡൽഹിയിൽ. ആ ബ്രിട്ടാസാണ് പിണറായി വിജയൻ ഇത്രയധികം കുഴിച്ചടിച്ചത് എന്നുള്ളതാണ് സത്യം. ഇനി അടുത്തത് നമ്മുടെ LDFലെ സ്ഥിതി ഇതാണെങ്കിൽ തമ്മിൽ തല്ലി ഓണത്തല്ല് ഭീകരമായി തല്ലി ഇനി എങ്ങോട്ടും തല്ലാനില്ല. എനിക്കൊന്ന് അടുത്ത ഓണമാകുമ്പോൾ ഈ CPM ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. തമ്മിൽ തല്ലി തീരാനാണ് സാധ്യത. LDF ഉണ്ടാവില്ല എന്നുള്ളത് ഏകദേശം എത്തിക്കഴിഞ്ഞു. CPI എന്തായാലും രണ്ടും തലയും മുണ്ടും കെട്ടി അരയിൽ മുണ്ടും മുറുക്കി തെരുവിലേക്ക് ഇറങ്ങാനുള്ള സജ്ജമായിരിക്കുകയാണ് ഇപ്പോൾ അവർ എന്ന് പറയുന്നത് സത്യം. ഇനിയിപ്പം BJPയുടെ കാര്യമാണ് കഷ്ടം. BJPക്ക് ഇത്തവണ 1000 കോടി രൂപ വന്നു എന്നാണ് പറയുന്നത് ഇലക്ഷന്.
അതിലാകെ 200 കോടി രൂപയുടെ കണക്കും കാര്യമുള്ളൂ. ഏകദേശം 10 പേർക്ക് മാത്രമാണ് 10 കോടി വീതം കൊടുത്തത്. ചിലർക്ക് 4.5 കോടി വീതം എന്ന് പറഞ്ഞിട്ട് 50 ലക്ഷമൊക്കെ കൊടുത്തുള്ളൂ. ബാക്കി പൈസയൊക്കെ രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും അടിച്ചു മാറ്റി എന്നുള്ളതിൻ്റെ പേരിൽ വലിയ കോലാഹലം നടക്കുകയാണ്. ആരടിച്ചു മാറ്റി എന്നൊന്നും നമുക്കറിയില്ല. BJPന്റെ ഉള്ളിൽ പറയുന്നതാണ് 1000 കോടി വന്നു, കഴിഞ്ഞ തവണ 400 കോടി വന്ന് മുരളീധരൻ യൂസഫ് അലീൻ്റെ കമ്പനിയിൽ 200-300 കോടി എത്തിച്ചു. ബാക്കി 100 കോടിയെ കേരളത്തിൽ കൊടുത്തുള്ളൂ. അതിന് മുമ്പേത്തെ തവണ 100 കോടിയായിരുന്നു. ആ 100 കോടി അവിടെ 200 കോടിയായിരുന്നു. അതിൽ 50 കോടി എടുത്തിട്ട് ബാക്കി 150 കോടിയും കെ സുരേന്ദ്രൻ അടിച്ചു മാറ്റി എന്നുള്ളതാണ് പറഞ്ഞത് 2016. അങ്ങനെ BJPന്റെ ഉള്ളിൽ ഇലക്ഷൻ വരുമ്പോൾ ചാകരയാണ് നേതാക്കന്മാർക്ക്. എന്തായാലും ഇത്തവണ അതേപോലെ 1000 കോടി എത്തിയതിൻ്റെ വെടി പൊട്ടിച്ചത് PC ജോർജാണ്. അത് വലിയ തോതിൽ ബോംബായി മാറി. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ BJPയെ അത് പൊട്ടിത്തെറിപ്പിക്കാൻ രൂപത്തിലുള്ള ഒരു ആറ്റം ബോംബായി തീർന്നിരിക്കുന്നു. അത് പല മേഖലകളിലും ഇതേപോലെ പണം കിട്ടാത്ത നേതാക്കന്മാർ, ഇലക്ഷനിൽ മത്സരിച്ചിട്ടും പണം കിട്ടാത്ത നേതാക്കന്മാർ പൊട്ടിത്തെറിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. BJPന്റെ ഇപ്പം പ്രവർത്തനമൊക്കെ എല്ലാ മേഖലയിലും നിലച്ചിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരന് ഈ പാർട്ടി അങ്ങനെ വളരണമെന്നൊന്നും താല്പര്യമില്ല. തനിക്ക് പ്രസിഡന്റ് ആയിരുന്നാൽ മതി. പിണറായി ആയിട്ടുള്ള ധാരണയും അവർ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പിണറായി വിജയനെ പിടിച്ചകത്താക്കുകയാണെങ്കിൽ പിണറായി ചില BJP നേതാക്കന്മാരെയും പിടിച്ചകത്താക്കും. ആ നേതാക്കന്മാർക്ക് കൊടുത്ത പണത്തിൻ്റെ കാര്യങ്ങളും പുറത്തു വരും. അങ്ങനെ വരുമ്പോൾ അതിനാണ് നല്ലത് പിണറായി വിജയനെ തൊടാതിരിക്കുന്നത് നല്ലത് എന്നാണ് ഡൽഹിയിൽ കൊടുത്ത വിവരം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് പുറത്തു വരുന്നവർ. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഓണത്തല്ലുമായിട്ട് വന്നത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷേ തല്ല് ശരിക്കും കൊണ്ടിട്ടുള്ളത് പിണറായി വിജയനാണ് ഇത്തവണ എന്നുള്ളത്. ഓണത്തല്ലിൽ എല്ലാ മേഖലയിൽ നിന്ന് അടികിട്ടിയിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി, 10 വർഷം കേരളത്തെ ഭരിച്ചു മുടിച്ച മുഖ്യമന്ത്രി, 18 വർഷക്കാലം 1998 മുതൽ 2016 വരെ 18 വർഷക്കാലം കേരളത്തിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയനാണ് ഇന്ന് കേരളത്തിൽ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി മാറിയിരിക്കുക. ആർക്കും പറയാൻ കള്ളൻ, പെരുങ്കള്ളൻ, തട്ടിപ്പുകാരൻ, പരനാറി, അതേപോലെ പിന്നെ അങ്ങോട്ട് പറയാനുള്ള ചെറ്റ എന്ന് പറഞ്ഞാൽ സുധാകരനൊക്കെ ചെറ്റാന്ന് വിളിച്ച പരമചെറ്റയാണുള്ളത് പിണറായി വിജയൻ. അപ്പം പിണറായി വിജയൻ ആ സൂപ്പർ ചെറ്റയായിട്ടും പരമചെറ്റയായും കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഓണം വളരെ കെങ്കേകമായി ആഘോഷിക്കാൻ കഴിഞ്ഞ 10 വർഷമായി നമുക്ക് കിട്ടാത്ത സൗഭാഗ്യം ഈ ഓണ സമയത്ത് നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.